ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും പ്രഹരശേഷിയും വിളിച്ചോതുന്ന ബൃഹത്തായ വായുശക്തി 2026 അഭ്യാസ പ്രകടനം ഫെബ്രുവരി 27 പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം നടക്കും. രാജസ്ഥാനിലെ ജയ്സൽമീറിലെ പെഹ്റാൻ റേഞ്ചിൽ നടക്കുന്ന ഈ യുദ്ധ അഭ്യാസത്തിൽ 100-ലധികം വിമാനങ്ങളാണ് പങ്കെടുക്കുന്നത്. വ്യോമസേനയുടെ ആക്രമണ പ്രതിരോധ ശേഷികൾ ഒരേപോലെ പ്രദർശിപ്പിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയ അഭ്യാസമാണിത്. ഓപ്പറേഷൻ സിന്ദൂർ വഴി നേടിയ പ്രവർത്തന സജ്ജത ഉറപ്പുവരുത്തുന്നതിനും തൊട്ടു പിന്നാലെയാണ് വ്യോമസേന ഈ വൻ നീക്കം ഒരുക്കുന്നത്. വെസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡുകളുടെ കീഴിലുള്ള വിമാനത്താവളങ്ങളും യുദ്ധവിമാനങ്ങളും ഈ അഭ്യാസത്തിൽ സജ്ജമാക്കും. റാഫേൽ, സാഹോയ് 30, AKI തേജസ്, MiG-29, ജാഗോർ, മിറാഷ് 2000, ഹോക്ക് തുടങ്ങിയ മുൻനിര യുദ്ധവിമാനങ്ങൾ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനങ്ങളിലെ കൃത്യതയോടെ തകർക്കുന്ന പ്രകടനം കാഴ്ചവെക്കും. സർവീസിൽ നിന്ന് വിരമിച്ച MiG-21 വിമാനങ്ങൾ ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ വായുശക്തി അഭ്യാസമാണെന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ത്യ തദ്ദേശവുമായി വികസിപ്പിച്ച പ്രജന്റ് ആക്ട് ഹെലികോപ്റ്ററുകൾ, റോക്കറ്റുകൾ തുടങ്ങുന്ന ലൈവ് ഡ്രില്ലും ഇതിന്റെ ഭാഗമായി നടക്കും. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നടത്തുന്ന ഈ പരിശീലന വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വഴിയാണ് നിരീക്ഷിക്കുന്നത്. വിവിധ റേഞ്ചിലുള്ള റഡാറുകളും നിന്നുള്ള വിവരങ്ങൾ ഏകോപിച്ച് ശത്രു നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും ഇത് സഹായിക്കും. ഫൈറ്റർ ജെറ്റുകൾ പുറമെ C-130J, C-295 തുടങ്ങിയ ചരക്ക് വിമാനങ്ങളും ചിനൂക്ക് Mi-70, ALH പ്ലാറ്റ്ഫോമുകളും ഇതിൽ അണിനിരക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച ഡ്രോണുകളും ലോയിറ്റേറിയൻ മ്യൂണിഷനുകളും വായുശക്തിയിലും വിന്യസിപ്പിക്കും. ആദ്യമായി C-295 വിമാനത്തിന്റെ രാത്രികാല അസോൾട്ട് ലാൻഡിംഗ് പരിശീലനവും ഈ അഭ്യാസത്തിന്റെ ഭാഗമായി നടക്കും. C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനം ചെറിയ റൺവേയിലിറങ്ങി ഗരുഡ് കമാൻഡുകളെ ശത്രുമേഖലയിൽ വിന്യസിപ്പിക്കുന്നതും നിമിഷങ്ങളിനുള്ളിൽ പറന്നുയരുന്നതും കാണികളെ അമ്പരപ്പിക്കും. അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെ സുരക്ഷയിലായിരിക്കും ഈ നീക്കങ്ങൾ നടക്കുക. അഭ്യാസ പ്രകടനത്തെക്കുറിച്ച് നോട്ടം വഴി പാകിസ്ഥാനെ വിവരം അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അതിർത്തിയിലെ സാഹചര്യം കണക്കിലെടുത്ത് ആകാശ മിസൈൽ സംവിധാനവും ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ നിര സജ്ജമാക്കിയിട്ടുണ്ട്. ICSI വഴി ആകാശസീമ മുഴുവൻ നിരീക്ഷിക്കപ്പെടും. ഉന്നതരായ വിശിഷ്ടാതിഥികൾക്ക് പുറമെ സൗഹൃദ രാജ്യങ്ങളിലെ എംബസികളിൽ നിന്നുള്ള 40ഓളം പ്രതിനിധികളും ഈ വൻ പ്രകടനം കാണാനായി ജയ്സൽമീറിലെത്തും. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് മേൽ ഇന്ത്യ വ്യോമസേന നടത്തിയ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. 4 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത ഇന്ത്യ മെയ് 10 ഉച്ചയോടെ പാകിസ്ഥാനെ വെടിനിർത്തലിന് നിർബന്ധരാക്കി. റാഫേൽ, മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് മെയ് 7 രാത്രി ജെയ്ഷ്-ഇ-മുഹമ്മദ്, ലഷ്കർ-ഇ-ത്വയ്ബ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. പാകിസ്ഥാൻ PL-50 ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയുടെ S-400 ഉൾപ്പെടെ ലോയേർഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് മിക്ക ആക്രമണങ്ങളും പരാജയപ്പെടുത്തി. റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഭൂരിഭാഗവും തടഞ്ഞു. നിരവധി PL-50 മിസൈൽ കേസുകൾ ഇന്ത്യൻ പ്രദേശത്ത് നിന്ന് കണ്ടെത്തി ഇന്ത്യൻ പൈലറ്റുകൾ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സൂചനയാണ് നൽകുന്നത്. 6 ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ട പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ നേരത്തെ തള്ളിയിരുന്നു. 47 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കി മിലിറ്ററി ചരിത്രകാരൻ ആൻഡ്രിയാൻ ഫോണ്ടിനെല്ലസ് സംഘർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ പാകിസ്ഥാന് സൈനിക നീക്കങ്ങൾ തുടരാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്ന് വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.